ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്. എൻ്റെ ഷോർട്സിലെ കമൻസിൽ ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൻ്റെ മെറ്റീരിയൽസിനെ പറ്റി. അതെവിടെ കിട്ടും, അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ആർട്ട് ചെയ്യുമ്പോഴുള്ള ചാലഞ്ചസ്, അതെങ്ങനെ ഓവർകം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ജേണൽ ബുക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജേണൽ ബുക്ക്. ഇത് വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഡയറിയാണ്. ഇയർ എഴുതിയിട്ടില്ലാത്ത ഡേറ്റ് എഴുതാൻ പറ്റുന്ന ഒരു നോർമൽ ഡയറി. ഇനി നിങ്ങൾ ഈ വാഷി ടേപ്പ് പീൽ ചെയ്യുന്ന ആർട്ട് തന്നെയാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ പേജസ് മിനുസമുള്ളതാണ്, അഥവാ ഗ്ലോസി ടൈപ്പാണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ പീൽ ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ കാണുന്ന പോലെ നോർമലി എല്ലാ ഡയറികളുടെ പേജും ഗ്ലോസി തന്നെ ആയിരിക്കും, അതൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇനി പറയാനുള്ളത് മാർക്കേഴ്സ് യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതൊഴിവാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് പേജിനെ ഈ പേജിൻ്റെ കൂടെ ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടടുത്ത പേജ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ 2 പേജ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റാപ്ലർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ആ പേജ് നല്ല നീറ്റായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ പേജിലൊക്കെ നിങ്ങൾക്ക് കാണാം നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അതിന് കാരണം ഇതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് മാർക്കറാണ്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ പേജിൽ നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാനൊരു പേജ് ലീവ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലാണ് ഔട്ട്ലൈൻ എടുത്തിട്ടുള്ളത്. ഇനി അത് പിന്നീട് ഇതിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വരക്കാനുള്ള പേജിൻ്റെ താഴെ വേണമെങ്കിൽ ഇതുപോലൊരു പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇനി വാഷി ടേപ്പ് പീൽ ഓഫ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേജ് താഴെയുള്ള കുറച്ച് പേജുകളുമായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇത് നോർമൽ പേപ്പർ ക്ലിപ്പാണ്, സാധാരണ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പേപ്പർ ക്ലിപ്പാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൽ യൂസ് ചെയ്യുന്ന കളർ മാർക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ കാണുന്നതാണ് ആൽക്കഹോളിക് മാർക്കർ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതിൻ്റെ ഒരു സൈഡ് നിബ് ടൈപ്പും മറ്റേ സൈഡ് ഫ്ലാറ്റ് ടൈപ്പുമാണ് ഉണ്ടാവുക. എൻ്റെ കയ്യിലുള്ളത് ടച്ച് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരുപാട് കമ്പനീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പ്രത്യേകിച്ചും ഓൺലൈൻ മാർക്കറ്റിൽ ഒരുപാട് കാണാം. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇതിനിങ്ങനെ നമ്പർ ഉണ്ടാവും. എല്ലാ മാർക്കേഴ്സിനും അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ സ്കിൻ ടോണിൻ്റെ ഒക്കെ നമ്പർ ഇതുപോലെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വാങ്ങാൻ പറ്റും. സിംഗിളായിട്ട് ആ സ്കിൻ ടോൺ ഷെയ്ഡ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങിയിട്ടുള്ളത് എജുമാർട്ടിൽ നിന്നാണ്, നമ്മുടെ കാലിക്കറ്റുള്ള എജുമാർട്ടിൽ നിന്നാണ് ഞാനിത് സിംഗിളായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇതിന് ഒരു പീസിന് വരുന്നത് 50 രൂപയാണ്. ഞാൻ 25ഉം 27ഉമാണ് സ്കിൻ ടോണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതാണ് ബ്രഷ് പെന്ന്. ഇത് പേസ്റ്റൽ കളറിലും അവൈലബിൾ ആണ്, നോർമൽ കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ എൻ്റെ ചിത്രങ്ങളിൽ യൂസ് ചെയ്യാറുള്ളത് പേസ്റ്റൽ കളേഴ്സാണ്. ഇനി ഇതിലും ഉണ്ട് സ്കിൻ ടോണ്. ഞാൻ ആദ്യത്തെ ചിത്രങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ബ്രഷ് പെൻ തന്നെ ആയിരുന്നു. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷ് പെന്ന് വെച്ച് സ്കിൻ ടോൺ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ കാണുന്ന പോലെ സ്കിൻ അത്ര നീറ്റാവില്ല, അടയാളങ്ങൾ ഉണ്ടാവും. സോ ആൽക്കഹോളിക് മാർക്കറാണ് ഏറ്റവും ബെറ്റർ. ഇതൊക്കെ ആൽക്കഹോൾ മാർക്കർ വെച്ച് ചെയ്തതാണ്. ബ്ലഷിൻ്റെ ഭാഗത്ത് ബ്രഷ് പെന്ന് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു പിക്ചറാണിത്. നിങ്ങളുടെ കയ്യിൽ ഇനി സ്കിൻ ടോണൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് വരക്കാതിരിക്കണ്ട, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. സോ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബ്ലഷസ് പെയിൻറ്റ് ചെയ്യാം. നമ്പർ 27 മാർക്കറാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്പർ 25 ആണ്. ഇനി ഇതുകൊണ്ട് സ്കിന്ന് കാണുന്ന എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യാം. ഇനി ഈ പെന്നാണ് ഞാൻ ലൈൻസ് വരക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. ഇതിനേക്കാൾ കുറഞ്ഞ സൈസ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. മാക്സിമം 2 വരെ പോയാൽ മതി കേട്ടോ. ഇനി ഞാനിതിൽ ബ്രഷ് പെന്ന് വെച്ചിട്ട് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ കൃഷ്ണമണിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പാർട്ട് ലീവ് ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് ആ പെന്ന് കൊണ്ട് ബ്ലാക്ക് വരച്ചു കൊടുക്കാം.
കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് വേണ്ട, കുറച്ച് ഭാഗം ആ ബ്രൗൺ ആയിട്ട് തന്നെ കിടന്നോട്ടെ, അതാണ് ഭംഗി ഉണ്ടാവുക. അത് അടിഭാഗത്ത് ബ്രൗണും മേൽഭാഗത്ത് ബ്ലാക്കും ആക്കിയിട്ട് വരക്കുക. ഫേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കണ്ണ്. അതുകൊണ്ട് തന്നെ കണ്ണ് ഏറ്റവും ഭംഗിയായാൽ ആ ഫേസ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് മൂക്ക് വരക്കാം. മൂക്ക് വരക്കുമ്പോൾ ചെറിയൊരു അടയാളം മാത്രമാണ്. ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, കംപ്ലീറ്റ് ആയിട്ട് വരക്കാൻ നിൽക്കണ്ട. ഇനി ലിപ്സിന് റോസ് കളറും ടങ്ങിന് റെഡ് കളറുമാണ് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. ഈ മാർക്കറിൻ്റെ നമ്പർ ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പം ഞാൻ ഫേസിലെ ലൈൻസ് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുഴുവൻ പിക്ചറും പെന്നുകൊണ്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ അതിനൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ഡാർക്ക് പെൻസിൽ കൊണ്ട് ചെറിയ ഒരു ഷെയ്ഡ് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാർക്കർ പെന്ന് യൂസ് ചെയ്ത് നമ്മുടെ റെഫറൻസ് പിക്ചറിൽ ഹെയറിൽ എവിടേക്കാണോ നല്ല ബ്ലാക്ക് കളറ് അവിടെ ഇതുപോലെ ചെയ്യാം. ഇനി ഇതിൽ കാണുന്നതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വാഷി ടേപ്സിൻ്റെ കളക്ഷൻ. ഇതിൽ സിംഗിൾ കളറായിട്ട് കാണുന്നതൊക്കെ ഞാൻ മിക്കവാറും ഓൺലൈനിൽ വാങ്ങിയതാണ്. സിംഗിൾ കളറായിട്ടുള്ളത് ഷോപ്പുകളിൽ അങ്ങനെ കിട്ടാറില്ല. ബാക്കിയുള്ളതൊക്കെ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിലതൊക്കെ ഓൺലൈനായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭംഗി തോന്നുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങും. അത് ഓൺലൈനാണെങ്കിലും ഷോപ്പിൽ നിന്നാണെങ്കിലും. അപ്പോൾ ബോട്ടം പാൻറ്റിന് ഞാൻ ഈ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ച് തോന്നുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ മാച്ച് തോന്നിയത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. വാഷി ടേപ്പ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നതാവും എപ്പോഴും നല്ലത്. ആ ടോപ്പിൻ്റെ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും വാഷി ടേപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നന്നാവുക. എന്നാലാണ് അത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആവുള്ളൂ. ഇനി ഇതാണ് പ്രിസിഷൻ നൈഫ്. ഇത് ഷോപ്പിലും ഓൺലൈൻ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തുകൂടി ഈ പ്രിസിഷൻ നൈഫ് ഇതുപോലെ ഓടിച്ചു കൊടുക്കുക. ഇതൊരിക്കലും കുത്തനെ പിടിക്കരുത്, അതിന് പകരം ചെരിച്ച് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കുത്തനെ പിടിച്ചാൽ നമ്മുടെ പേജും കൂടി കീറിപ്പോവും, പ്രഷർ കൂടിപ്പോവും. അപ്പോൾ കുറഞ്ഞ പ്രഷറിൽ ചരിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ആ വാഷി ടേപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് കിട്ടും. പിന്നെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി കട്ടാവണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ കട്ടാവാണ്ടിരിക്കും. അത് നമ്മളൊന്നും കൂടി കട്ട് ചെയ്യേണ്ടി വരും. കുറച്ചൊരു ക്ഷമ വേണം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഭാഗത്ത് ശരിക്കും കട്ടായിട്ടില്ല, കാരണം ഒന്നാകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് അതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് വീണ്ടും ആ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. അതായത് എഡ്ജസ് ഒക്കെ വരുന്ന രണ്ട് ഭാഗങ്ങൾ കൂടി ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ കട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിവിടെ ഒന്നുകൂടി ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പീൽ ഓഫ് ചെയ്യുക. കംപ്ലീറ്റ്ലി പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഡ്രസ്സിൻ്റെ ചുളിവുകളൊക്കെ ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് വരക്കുന്നതാവും നല്ലത്. കാരണം പെർമനൻറ്റ് മാർക്കറെ ഈ വാഷി ടേപ്പിൻ്റെ മുകളിൽ പിടിക്കുള്ളൂ, നോർമൽ മാർക്കർ പിടിക്കില്ല. ഇനി നമുക്ക് ബോട്ടം ചെയ്യാം. അപ്പോൾ യെല്ലോ ടേപ്പ് ഞാനിതുപോലെ ഇതിന് മുമ്പ് ചെയ്ത പോലെ അതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിൽ ആ ബോട്ടം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ കട്ട് ചെയ്യുക.
ദെൻ പീൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും പേപ്പറിൽ കുറച്ചധികം സ്റ്റിക്കായി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല. ഇനി നമുക്ക് മാർക്കർ വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ചുളിവുകളൊക്കെ വരച്ചു കൊടുക്കാം. ഇനി ഞാൻ മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെ ഷൂ വരക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ എന്ത് ഡിസൈനും കൊടുക്കാം. നമുക്ക് വാഷി ടേപ്പിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലിറ്റർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യുന്നതും. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് സ്റ്റിക്കേഴ്സ് നല്ല ഭംഗിയുള്ളതൊക്കെ കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ലീവ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിലൊന്നും കൊടുക്കാതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റിക്കേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ പൂക്കളോ ഹാർട്ട് ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ഷെയ്ഡ് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കണമെന്ന് ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാം കേട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഉള്ളിലുള്ളത് വരുമ്പോഴാണ് ആ പിക്ചറിന് ഭംഗി ഉണ്ടാവുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കണ്ട, നമുക്ക് കിട്ടിയ റെഫറൻസ് എങ്ങനെയാണെന്ന് നോക്കണ്ട, നമ്മുടെ ഇഷ്ടത്തിന് അതിൽ പലതും ആഡ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു കുളമായ പോലെയൊക്കെ തോന്നും, പക്ഷേ ആ കുളമായതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും ചിലപ്പോൾ അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് ഐഡിയാസ് വരും, അത് അതിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുക. ഒന്ന് അതുപോലെ കോപ്പി ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി അതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഷാഡോ വരാൻ വേണ്ടിയിട്ട് ആ ഷൂവിൻ്റെ താഴെ ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ആ നിൽക്കുന്നത് ഒരു നിലത്താണ് എന്നുള്ളൊരു തോന്നൽ ആ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ വരും. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ പേസ്റ്റൽ കളർ ബ്രഷ് പെന്ന് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കുറച്ചധികം കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഭംഗിയാക്കാം. എന്തിനാ ഈ കളേഴ്സിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ കുറച്ചും കൂടി കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ബ്ലൂ, റെഡ്, യെല്ലോ ഇതൊക്കെയാണല്ലോ ഡ്രസ്സിലുള്ളത്. അപ്പോൾ അതേ ഒരു കളേഴ്സിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറച്ച് പൂക്കളൊക്കെ ഞാൻ റഫായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വലിയ ഷേപ്പിലൊന്നുമല്ല, ഞാൻ ചുമ്മാ വരച്ചിട്ടതാണ്. അവിടെ ഇനി ഒരു റഫായിട്ട് തന്നെ നമുക്ക് കളർ ചെയ്യാം. അതൊക്കെ ഒരു ഭംഗിയാണ്. റഫായിട്ട് ചെയ്യുന്നതിനൊരു ഭംഗിയുണ്ട്, റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുന്നതിന് വേറൊരു ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നത് അത് ചെയ്യുക. നമ്മളൊരു സ്കെച്ച് ഇതുപോലെ എവിടുന്നെങ്കിലും ഇങ്ങനെ ട്രേസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റുന്നതാണെങ്കിൽ വരച്ചിട്ടോ ചെയ്യുക. എന്നിട്ട് ഈ വാഷി ടേപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് കളേഴ്സ് ചെയ്യാം. അതല്ല നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എന്താണോ നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ജേണലിനെ കുറച്ച് ഭംഗിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓരോന്ന് മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളും കുറച്ച് പുല്ല് വേണം തോന്നി, അപ്പോൾ അത് ചെയ്തു. അങ്ങനെ ആ പൂക്കൾക്ക് ഈ കളറാണ് ഭംഗിയും തോന്നി, അപ്പോൾ അത് ചെയ്തു. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് ചെയ്യണം തോന്നുന്ന എല്ലാ കളേഴ്സും ഞാനതിലെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഇത് ഒന്നുമില്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ ചെയ്താലും ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ലീവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ലീവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒരു ഔട്ട്ലൈൻ പോലെ വേറെ ഏതെങ്കിലും കളറായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കോഡ്സ് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് അതിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പോ ചെറിയ എന്തെങ്കിലും ഷേപ്പുകളോ ലൈൻസോ ഒക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ ചെയ്ത ഷോർട്സിലൊക്കെ നോക്കിയാൽ പല ടൈപ്പിൽ ഞാൻ പല ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം തോന്നുന്നത്, ആ ചിത്രത്തിന് മാച്ചായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ ചെയ്തത് ഭംഗിയാക്കുക. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ ഈ പേജിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കുറച്ച് ഭംഗിയാക്കി കുട്ടിയുടെ ഒരു ഇമോഷനൊക്കെ അതിൽ എഴുതി ചേർക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇതിലുള്ള ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും
കണ്ണ് വരക്കുന്നതും ഹെയർ വരക്കുന്നതൊക്കെ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബായ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബായ്.